കോമൺ ആയിട്ട് നമ്മൾ കേട്ടിട്ടുള്ള സംഗതിയാണ് ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഉടനെ ബൈപ്പാസോ ആൻജിയോപ്ലാസ്റ്റോ ചെയ്യണമെന്നുള്ളത് വലിയൊരു തെറ്റിദ്ധാരണയാണത്. ഇപ്പം ഞാനൊരു 40,000 40,000 ആൻജിയോഗ്രാംസ് എങ്കിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊരു 60 വയസ്സിന് മുകളിലുള്ള അവരുടെ ആൻജിയോഗ്രാം നോക്കിയാൽ ചെറിയൊരു ബ്ലോക്കെങ്കിലും ഇല്ലാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല. എന്തെങ്കിലും ചെറിയ ബ്ലോക്ക്സ് ഉണ്ടാവും. അപ്പോൾ ഈ ബ്ലോക്കിന് എല്ലാ ബ്ലോക്കും കണ്ടാൽ ഉടനെ ആ ബ്ലോക്ക് എല്ലാം ഇപ്പോൾ ഒരു 10% അല്ലെങ്കിൽ 20% ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഉടനെ അത് ക്ലീൻ ചെയ്ത് നമ്മൾ ഈ പോളിഷ് ചെയ്യുന്ന പോലെ ഈ പാച്ച് വർക്ക് ചെയ്യുന്ന പോലെ ചെയ്യുന്ന ആ ഒരു കൺസെപ്റ്റ് ഇല്ല. അതായത് അപ്പോൾ ഒരു ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഉടനെ ബൈപ്പാസ് ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്നുള്ളതൊരു കൺസെപ്റ്റ് അല്ല. ഇപ്പോൾ ഈ പണ്ട് കാലത്ത് നമ്മൾ ബൈപ്പാസ് ചെയ്തുകൊണ്ടിരുന്ന പല പേഷ്യൻസിനെയും ഇന്ന് നമുക്ക് ആൻജിയോപ്ലാസ്റ്റി വഴി ചികിത്സിക്കാൻ പറ്റും. പണ്ട് കാലത്ത് ബൈപ്പാസും ആൻജിയോപ്ലാസ്റ്റിയും ചെയ്തുകൊണ്ടിരുന്ന പല പേഷ്യൻസിനെ ഇന്ന് നമുക്ക് മെഡിസിൻസ് കൊണ്ട് മാത്രം ട്രീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഒത്തിരി ഇവോൾവ് ചെയ്തു പോയി. പണ്ട് കാലത്ത് കേട്ടിട്ടുണ്ടാവും അൾസറിന് വേണ്ടിയിട്ട് സർജറി ചെയ്ത ഒരുപാട് പേഷ്യൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഹൗസ് സർജൻസി ഒക്കെ ചെയ്യുന്ന സമയത്ത് അൾസറിൻ്റെ സർജറിക്ക് വേണ്ടിയിട്ട് ഡോക്ടറുടെ കൂടെ മേജർ സർജറി അതായിരുന്നു. പക്ഷേ ഇന്ന് അൾസർ സർജറി എന്നൊരു പരിപാടിയില്ല. കംപ്ലീറ്റ് മെഡിസിൻസ് വഴി അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ബൈപ്പാസും ആൻജിയോപ്ലാസ്റ്റിയും ഒരുപാട് സംഗതികൾ പുതിയ പുതിയ മെഡിസിൻസ് വഴി റീപ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അഡ്വാൻസ് ഉള്ളതുകൊണ്ട് ഒരുപാട് ബ്ലോക്സ് ഉള്ള ഒരുപാട് പേഷ്യൻസ് പണ്ട് നമ്മൾ തന്നെ ഒരു 25 വർഷം മുമ്പ് ബൈപ്പാസ് ചെയ്യണമെന്ന് അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന് അഡ്വൈസ് ചെയ്ത പേഷ്യൻസിന് ഇന്ന് മെഡിക്കേഷൻസിൽ വളരെ നന്നായിട്ട് ഇന്ന് നമ്മൾ അതേ പേഷ്യൻസിന് മെഡിസിൻസ് മാത്രം കൊടുക്കും. അപ്പോൾ അതൊരു വലിയൊരു മിത്താണ്. അപ്പോൾ ഏതാണ്ട് എത്ര ശതമാനം ഇപ്പൊ ഇത്ര ശതമാനം ബ്ലോക്ക് എന്നാണല്ലോ നമ്മളോട് ഡോക്ടേഴ്സും പറയാ, ഏതാണ്ട് എത്ര ശതമാനം വന്നാൽ ആക്ച്വലി നിങ്ങൾ ബൈപ്പാസ് അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റിക്ക് റെഫർ ചെയ്യുക? അതിനകത്ത് തന്നെ അതൊരു മിസ്കൺസെപ്റ്റ് ആണ്. കാരണം യൂഷ്വലി ഒരു രക്തക്കുഴലിനകത്ത് ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലഡ് വെസൽസിൻ്റെ ഏറ്റവും തുടക്ക ഭാഗത്ത് ബ്ലോക്ക് വരുമ്പോഴാണ് അത് അപകടം ഉണ്ടാക്കുന്ന ബ്ലോക്ക് എന്ന് പറയുന്നത്. യൂഷ്വലി അതൊരു 80% 90% മുകളിലെത്തുമ്പോഴാണ് നടക്കുമ്പോഴത്തേക്കും ബുദ്ധിമുട്ട് വരിക, ബ്ലഡ് ആവശ്യത്തിന് കിട്ടാണ്ട് വരിക. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് നമ്മളൊരു ആൻജിയോപ്ലാസ്റ്റി ബൈപ്പാസ് സജസ്റ്റ് ചെയ്യുന്നത്. അതേസമയത്ത് ഒരു ബ്ലഡ് വെസലിൻ്റെ താഴെ ഭാഗത്ത് ബ്ലോക്ക് വരുന്നത്, ഈ രക്തക്കുഴലിനകത്ത് ബ്ലോക്ക് വരിക എന്ന് പറയുന്നത് നമ്മൾ റോഡിൽ PWD പൈപ്പ് കിടക്കണ കണ്ടിട്ടില്ലേ, ഈ പൈപ്പിനകത്ത് തുരുമ്പ് എന്നുള്ളൊരു പ്രോസസ്സുണ്ട്. അതുപോലുള്ളൊരു സിമിലർ പ്രോസസ്സ് നമ്മുടെ ബ്ലഡ് വെസൽസിനകത്ത് വരുന്നതാണ് ഈ കൊറോണറി ആത്രോസ്ക്ലെറോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 70 to 80% വരെ പേഷ്യന് യാതൊരു വിധത്തിലുള്ള സിംറ്റം ഉണ്ടാവണമെന്നില്ല. അതാണ് ഒരു സൈലൻറ്റ് ഫേസ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു 45 years 45 വയസ്സിൽ ഹാർട്ട് അറ്റാക്ക് വന്ന ഒരാളുടെ ബ്ലോക്ക് ഒരു 15 വയസ്സിലാ കൊച്ചിന് ഒരു 10% ബ്ലോക്ക് ഓൾറെഡി ഉണ്ട്. ഒരു 20% 25 years ആകുമ്പോഴത്തേക്കും 30-40% എങ്കിലും ഉണ്ട്. അതൊരു 80-90% ബ്ലോക്ക് ആകുന്നവരെ പേഷ്യന് യാതൊരു രീതിയിലുള്ള സിംറ്റം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഇതാണ് ഈ സൈലൻറ്റ് ആയിട്ടുള്ളൊരു സൈലൻറ്റ് ഫേസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ സൈലൻറ്റ് കില്ലർ എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ അതുവരത്തേക്ക് പേഷ്യൻ്റ് ഒരു സിംറ്റവും ഇല്ല. ഒരു ദിവസമാണ് പെട്ടെന്ന് നെഞ്ചുവേദന ബുദ്ധിമുട്ടായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ മെജോറിറ്റി അതുകൊണ്ടാണ് ഈ സഡൻ ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ അതൊരു മിത്താണ്. വേറൊരു സംഗതി, സഡൻ ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇല്ല. കാരണം ഹാർട്ട് അറ്റാക്കിന് നീഡ്സ് ഇയേഴ്സ് ഓഫ് പ്രിപ്പറേഷൻ. അത്രയും പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ടാണ് ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒരു സഡൻ ഹാർട്ട് അറ്റാക്ക് വന്ന ആൾ കൊളാപ്സ് ചെയ്തു എന്നൊക്കെ പറഞ്ഞത് അങ്ങനെ ഒരു പരിപാടിയില്ല. അതിന് ഒത്തിരി നാൾ മുമ്പുള്ള പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ട് വരുന്ന ഒരു സംഗതിയാണത്. അപ്പോൾ ഇത് ഒരു രീതിക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് പുതിയ ടെസ്റ്റുകളുണ്ട്, CT സ്കാൻ ആൻജിയോഗ്രാം എന്നൊക്കെ ഉള്ളൊരു ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ടെസ്റ്റ് വഴി നമുക്കൊരു ഇയേഴ്സ് ബിഫോർ 10-20 വർഷം മുമ്പ് ഒരു 10% ബ്ലോക്ക് ആകുമ്പോൾ തന്നെ നമുക്ക് ഈ CT സ്കാൻ ആൻജിയോഗ്രാം വഴി നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ഒരു സിംറ്റം ഇല്ലാണ്ട് ഒരാൾ പോയിട്ട് CT സ്കാൻ ആൻജിയോഗ്രാം പോലത്തെ പരിപാടി ചെയ്യില്ലല്ലോ. ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറയുന്നത് ജനറൽ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യും. സാധാരണ ഇതിൽ ഇപ്പോൾ ഈ ഹെൽത്ത് ചെക്കപ്പിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന രോഗങ്ങളിനകത്ത് ഒരു മെജോറിറ്റി അസുഖങ്ങൾക്കും പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നുമില്ല. ഉദാഹരണമായിട്ട് ഡയബറ്റീസിന് 600 ഷുഗറായിട്ട് OPയിലേക്ക് നടന്നു കയറി വരുന്ന പേഷ്യൻസ് ഉണ്ട് വിത്തൗട്ട് നോ സിംറ്റംസ്. അതുപോലെ തന്നെ BP 200 BP ആയിട്ടുള്ളവർക്ക് ഒരു സിംറ്റം ഇല്ലാത്തവരുണ്ട്. അപ്പോൾ ഒരു സിംറ്റം ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരുടെ അടുത്ത് സജസ്റ്റ് ചെയ്യുന്നത് സിമ്പിൾ തിങ്സ്, ഒത്തിരി വലിയ കോംപ്ലിക്കേറ്റഡ് ടെസ്റ്റ് ഒന്നും വേണ്ട. ഈ ഷുഗർ അല്ലെങ്കിൽ BP ഇതൊക്കെ ഒരു 25 years 30 years ആകുമ്പോൾ കൊളസ്ട്രോൾ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിരിക്കണ എപ്പോഴും നല്ലതാണ്. കിഡ്നി ഫംഗ്ഷൻ. അപ്പോൾ ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓരോന്ന് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ഇന്നത്തെ യൂറിക് ആസിഡ് ബ്ലഡിൽ കൂടുതലാണെന്ന് വെച്ചോ, ഇന്ന് യൂറിക് ആസിഡ് ബ്ലഡിൽ കൂടുതലാണെങ്കിൽ നാളത്തെ കിഡ്നി സ്റ്റോൺ ആണത്. പക്ഷെ അത് ഇന്നേ നമുക്ക് അറിയാൻ പറ്റും. അതിനുള്ള പ്രിക്കോഷൻസ് എടുത്താൽ നാളത്തെ കിഡ്നി സ്റ്റോൺ നമുക്ക് ഒഴിവാക്കി കിട്ടും. സെയിം തിങ് ഫോർ എവറി ഡിസീസ്. അങ്ങനെ ഒരു ലിസ്റ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ നമ്മൾ ഇടയ്ക്ക് ആഫ്റ്റർ ഒരു 25 years അങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെ ടെസ്റ്റുകളാണ് ഡോക്ടർ പറയാ? ഇപ്പോൾ നമ്മുടെ ഇവിടെ ആ ഒരു സിസ്റ്റം കമ്പൽസറി ആയിട്ട് വന്നിട്ടില്ല. പക്ഷേ പുറത്തൊക്കെ യൂണിവേഴ്സിറ്റീസിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു ജനറൽ ഹെൽത്ത് ചെക്കപ്പ് വരും. അപ്പോൾ അവരൊക്കെ അവരുടെ പല കുട്ടികളോട് ചോദിച്ചാൽ നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് ആണെന്ന് ചോദിച്ചാൽ പല പിള്ളേർക്കും അറിഞ്ഞില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഗതി അറിയാൻ പാടില്ല
എന്ന് പറയാൻ പറ്റൂല. നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് എത്രയാണ്, നമ്മുടെ ബോഡി വെയിറ്റ് എത്രയാണ്, നമ്മുടെ ഹൈറ്റ് എത്രയാണ്, നമ്മുടെ ഐഡിയൽ വെയിറ്റ് എത്രയാണ്, നമ്മൾ എന്തുമാത്രം ഡെയിലി എക്സസൈസ് ചെയ്യുന്നുണ്ട്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മളെക്കുറിച്ച് ഒരു അറിവ് നമുക്ക് മാൻഡേറ്ററി ആയിട്ട് വേണം. അപ്പോൾ ഒരു 20 ഇയേഴ്സിനുള്ളിൽ നമ്മളൊരു ഫസ്റ്റ് ഹെൽത്ത് ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അതിനകത്ത് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു 10 ഇയേഴ്സ് എങ്കിലും കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്താൽ മതി. അതൊരു ഹോൾ ബോഡി ചെക്കപ്പ്. ഹോൾ ബോഡി ചെക്ക് എന്ന് പറഞ്ഞാൽ ഈ സിമ്പിൾ ചെക്സ് മാത്രമേ ചെയ്താൽ മതി. അത് നമ്മൾ ഈ ബേസിക് ഹെൽത്ത് ചെക്കപ്പ് പോലെ എല്ലാ ഹോസ്പിറ്റൽസിലും ഈ ലാബ്സിലും ഒക്കെ അവൈലബിൾ ആണ് അങ്ങനത്തെ സിമ്പിൾ ചെക്സ്. അതായത് ഷുഗർ ചെക്ക് ചെയ്യും, കിഡ്നി ഫംഗ്ഷൻ ചെക്ക് ചെയ്യും, തൈറോയ്ഡ് ചെക്ക് ചെയ്യും, കൊളസ്ട്രോൾ ചെക്ക് ചെയ്യും, ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യും, നമ്മുടെ ബോഡി വെയിറ്റ് ചെക്ക് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ ബോഡി വെയിറ്റ് എക്സസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള കൗൺസിലിംഗ് എക്സസൈസ് ഒക്കെ നമുക്ക് അന്നേരം തുടങ്ങാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാവുകയും ചെയ്യും അതിനകത്ത്. പിന്നെ അതേ സമയത്ത് അതിനകത്ത് എന്തെങ്കിലും ഒരു ഫാക്ടർ കൂടിയിരിക്കുകയെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞാൽ യൂറിക് ആസിഡ് ഹൈ ആണ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിൽ മാത്രം ചെക്ക് ചെയ്ത് പോയാൽ മതി. പിന്നെ ഒരു 10 ഇയേഴ്സ് കഴിഞ്ഞ് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ 10 ഇയേഴ്സ് കഴിഞ്ഞ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കാര്യം കൂടെ നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മൾ പിന്നെ അത് രണ്ടും മാത്രം ചെക്ക് ചെയ്ത് പോയാൽ മതി. അപ്പോൾ നമുക്ക് ആ ഒരു ചെക്ക് ചെയ്ത് നമ്മളെ വണ്ടി നമ്മൾ എത്ര സർവീസ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്, എല്ലാ ആനുവൽ ചെക്കപ്പ് ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് പോയി സർവീസിങ് ചെയ്യുന്നുണ്ട്, ബാലൻസിങ് ശരിയാണോ, അലൈൻമെൻറ്റ് ശരിയാണോ, വണ്ടിയുടെ ചെക്കിങ്, ടയർ ചെക്കിങ്, ഇതെല്ലാം വളരെ ആത്മാർത്ഥമായിട്ടും റെഗുലറായിട്ടും ആൾക്കാർ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളെക്കുറിച്ച് ഒന്നും തന്നെ ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ ചെക്കപ്പ് ചെയ്യണം എന്നാണ് ഡോക്ടർ പറയുന്നത്. ഓക്കെ, ഇനി എപ്പോഴും, അതായത് ഏത് നെഞ്ചുവേദന വന്നാലും ഈ ഞാൻ ഉൾപ്പെടെ നമ്മളതിന് ദൈവമേ ഹാർട്ട് അറ്റാക്ക് വരാൻ പോകുന്നുണ്ട് എന്ന് പറയാറുണ്ട്. പക്ഷെ എന്നാൽ അതൊരു ഹാർട്ട് അറ്റാക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുകയില്ല. എല്ലാ നെഞ്ചുവേദനയും ഹാർട്ട് അറ്റാക്കിലേക്കുള്ള നെഞ്ചുവേദനയാണോ? അതാണ് വേറെ ഒരു പ്രധാനപ്പെട്ട ഒരു മിസ്കൺസെപ്ഷൻ. അതായത് നെഞ്ചുവേദന, എല്ലാ നെഞ്ചുവേദനയും ഹാർട്ട് അറ്റാക്ക്. നെഞ്ചുവേദനയ്ക്ക് തന്നെയാണ്ട് 200 കാരണങ്ങളുണ്ട്. അപ്പോൾ ഈ ഹാർട്ട് പേഷ്യൻസിൽ ഉണ്ടാകുന്ന നെഞ്ചുവേദന പോലും മെജോറിറ്റിയും ഹാർട്ടിൻ്റെ റിലേറ്റഡ് അല്ല. പല സമയത്തും അസിഡിറ്റിയുടെ പ്രശ്നം കൊണ്ടോ, അല്ലെങ്കിൽ മസ്കുലർ പെയിൻ കൊണ്ടോ, ടെൻഷൻ കൊണ്ടോ, ഗോൾ ബ്ലാഡർ ഡിസീസ് കൊണ്ടോ, ഈ പിത്തസഞ്ചിയിലുള്ള കല്ലിൻ്റെ പ്രശ്നം കൊണ്ടോ, പാങ്ക്രിയാറ്റൈറ്റിസ്, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമുക്ക് നെഞ്ചുവേദന ഉണ്ടാകാം. മസിൽസിൻ്റെ പ്രശ്നം കൊണ്ട്, കഴുത്തിലെ ഡിസ്കിൻ്റെ പ്രശ്നം കൊണ്ട്, സെർവിക്കൽ കഴുത്തിലെ ഡിസ്കിൻ്റെ പ്രശ്നം കൊണ്ട് ചിലപ്പോൾ ഈ പെയിൻ താഴേക്ക് വന്നിട്ട് പെയിൻ ഉണ്ടാകാറുണ്ട്. ചിലർക്ക് കയ്യിലേക്ക് പെയിൻ വരും. പിന്നെ കയ്യിൽ ഈ കാർപ്പൽ ടണൽ എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട്. അതായത് കയ്യിലേക്ക് പോകുന്ന നെർവ്സ് ട്രാപ്പ് ചെയ്ത് പോകുന്ന ഒരു സംഗതിയാണ്. അതിൻ്റെ പെയിൻ പക്ഷേ കയ്യിൽ മാത്രമല്ല, ചിലർക്ക് അതായത് ചെസ്റ്റിലും കൂടെ അതിൻ്റെ പെയിൻ ഫീൽ ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഹാർട്ടിൻ്റെ നെഞ്ചുവേദനയായിട്ട് ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് ലെഫ്റ്റ് സൈഡഡ് പെയിൻ, ചെസ്റ്റിൻ്റെ ഒരു ലെഫ്റ്റ് സൈഡഡ് പെയിൻ വന്നു. ചിലപ്പോൾ ഷോൾഡർ പെയിൻ വരും. ഷോൾഡറിൻ്റെ ആർത്രൈറ്റിസ് ആയിരിക്കും കാരണം അന്വേഷിച്ച് വരുമ്പോഴത്തേക്കും. അപ്പോൾ മെജോറിറ്റി ഓഫ്, ഇപ്പോൾ ഞാൻ എൻ്റെ OP കാണുന്ന പേഷ്യൻസിനകത്ത് ഒരു 8 out of 10 പേഷ്യൻസിനും റീസൺ ഈസ് ഇത് ഹാർട്ടിൻ്റെ പ്രോബ്ലം അല്ല. പക്ഷേ 1 out of 10 അല്ലെങ്കിൽ 2 out of 10 ഹാർട്ടിൻ്റെ പ്രോബ്ലമാണ്. അത് കറക്റ്റ് സമയത്ത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അത് പേഷ്യൻസിൻ്റെ പല സമയത്ത് ആ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് തന്നെ നമുക്ക് തുടക്കത്തിലേ നമുക്കത് ഒരു ക്ലൂ കിട്ടും ഇതായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ പിന്നെ ഫർദർ ടെസ്റ്റ് വഴി നമ്മളത്, അങ്ങനെയുള്ളവർക്കാണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ഇപ്പോൾ ഇത്ര മൾട്ടിപ്പിൾ റീസൺസ് ഞാനും കേട്ടിട്ടില്ല. ഞാൻ കേട്ടിട്ടുള്ള ഒന്നില്ലെങ്കിൽ ഗ്യാസ് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് എന്നാണ്. ഈ 2 റീസൺസേ കേട്ടിട്ടുള്ളൂ. ഇതിൽ ഹാർട്ട് അറ്റാക്കിൻ്റെ ചെസ്റ്റ് പെയിൻ ആണ് ഇതെന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? ഹാർട്ട് അറ്റാക്കിൻ്റെ ചെസ്റ്റ് പെയിൻ യൂഷ്വലി വരുന്നത് ഒരു പെയിൻ അല്ല, അതൊരു കിഴപ്പ് പോലെ ചെസ്റ്റിൻ്റെ നടുക്ക് ഫീൽ ചെയ്യുക ചെയ്യുന്നത്. ചില സമയത്ത് അത് കയ്യിലേക്ക് വരും. അതൊരു പ്രിക്കിംഗ് പെയിനോ അല്ലെങ്കിൽ ഒരു വേദന എന്നുള്ളതിനേക്കാൾ കൂടുതൽ പേഷ്യൻസ് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വിമ്മിഷ്ടം എന്നുള്ളൊരു ബുദ്ധിമുട്ട്, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട്. പല സമയത്ത് അവർ പറയും ഗ്യാസ് നെഞ്ചത്ത് കെട്ടിയിരിക്കുന്ന ഒരു ഫീലിംഗ് ആണ്. എത്ര പ്രാവശ്യം ഞാൻ വെള്ളം കുടിച്ച് നോക്കി, ഗ്യാസിൻ്റെ മരുന്ന് കഴിച്ച് നോക്കി, എമ്പക്കം വിട്ടു, പക്ഷെ ഇതൊന്നും പോണില്ല ഡോക്ടറെ. രാത്രി മുതൽ തുടങ്ങി, രാവിലെ 6 മണിയാകുമ്പോഴത്തേക്കാണ് കാഷ്വാലിറ്റിയിൽ വരുന്ന പല സിറ്റുവേഷൻ. രാത്രിയിലായതുകൊണ്ട് പോകണ്ട, ഗ്യാസിൻ്റെ മരുന്നും കഴിച്ച് വെള്ളം കുടിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ രാത്രിയിൽ പെട്ടെന്നൊരു പ്രോബ്ലം ഉണ്ടായി വന്നു. ഇങ്ങനെയാണ് ഒരു ക്ലാസിക്കൽ ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ നെഞ്ചിലാകത്തൊരു വിമ്മിഷ്ടം, പ്രത്യേകിച്ച് ഗ്യാസ് കെട്ടിയിരിക്കുന്ന പോലെ ഒരു തോന്നൽ. പക്ഷേ ഗ്യാസിൻ്റെ മരുന്ന് കഴിച്ച് നോക്കി, വെള്ളം കുടിച്ച് നോക്കി, ഇതൊന്നും കഴിച്ചിട്ട് കുറവില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഹോസ്പിറ്റലിൽ പോകണം. അതുപോലെ വേറൊരു കാര്യം കേട്ടിട്ടുള്ളത്, ഇപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നമാണ് നെഞ്ചുവേദനയാണെങ്കിൽ കുറച്ചൊന്ന് നടന്നാൽ അത് ചിലപ്പോൾ കുറയും, ആ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കുറച്ച് കുറയും. പക്ഷേ ഹാർട്ട് അറ്റാക്കിൻ്റെ നെഞ്ചുവേദനയാണെങ്കിൽ നടക്കുന്തോറും അത് കൂടും. പിന്നെ ഇതിൻ്റെ കൂടാതെ വേറെ അസോസിയേറ്റഡ് സിംറ്റംസ് ഉണ്ട്. ഉദാഹരണമായിട്ട് നമ്മൾ വേർക്കുന്ന ഒരു ഫീലിംഗ്, അല്ലെങ്കിൽ കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ, ഒരു തലകറക്കം പോലെ, ഇങ്ങനത്തെയുള്ള ഫീലിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ സസ്പെക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി നമ്മളൊരു ECG എടുത്ത് ഹാർട്ടിൻ്റെ പ്രോബ്ലം അല്ല എന്ന് റൂൾ ഔട്ട് ചെയ്യണം. ഒരു റീസൺ പറയാനൊരു കാരണമുണ്ട്. ഹാർട്ട് അറ്റാക്ക് വന്നാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ടൈം ഇഫക്റ്റീവ്നെസ് ഭയങ്കര കൂടുതലാണ്.
അതായത് ഹാർട്ട് ഡിസീസ് വന്നതിൻ്റെ എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോഴാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സക്സസ് ആവുന്നത്. അതേസമയത്ത് ട്രീറ്റ്മെൻറ്റ് ഡിലേ ആയി കഴിയും തോറും നമ്മളെ സെയിം ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് പോലും സക്സസ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതാണ് ഈ ഇതിൻ്റെ കറക്റ്റ് ടൈമിൽ അത് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് അവറിൽ പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ എത്തുവാണെങ്കിൽ 98% ഓഫ് പേഷ്യൻസ് സർവൈവ് ചെയ്യും. 98% ഫസ്റ്റ് അവറിൽ എത്തുവാണെങ്കിൽ ഹാർട്ട് മസിലിന് ഡാമേജ് ഇല്ലാണ്ട് സർവൈവ് ചെയ്യും. അപ്പോൾ ഹാർട്ട് അറ്റാക്കിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ആളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് മാത്രമല്ല, ഹാർട്ട് ഡാമേജ് ഇല്ലാതെ ഹാർട്ടിനെ രക്ഷിച്ചെടുക്കുക എന്നുള്ളതും കൂടെ അതിനകത്തുണ്ട്. എന്നാലേ ഹാർട്ട് കൂടുതൽ നാൾ നമ്മളെ ശരീരത്തിൽ സെർവ് ചെയ്യുള്ളൂ. അതാണ്.